39. Okay, thank you. Hello. Good afternoon, all. Good afternoon, ma'am. Good afternoon. അപ്പോൾ നമ്മുടെ പുതിയ ചാപ്റ്ററിൽ തുടങ്ങുകയാണല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ചാപ്റ്റർ? വെന്റിലേറ്റർ. ചിലപ്പോ ചിലർക്ക് എന്താ പറയുക, ചാപ്റ്ററിന്റെ ആ ഒരു നമ്പർ ചിലപ്പോ വേരിയേഷൻ ഉണ്ടാവും. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്യുക, വെന്റിലേറ്റർ. ചാപ്റ്റർ 13 തന്നെയാണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയില്ല. 33 അല്ലെ, അങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. എനിവേ വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യില് PDF ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ കയ്യിൽ തന്നെ PDF ഉണ്ടെന്ന് തോന്നുന്നു. എടുത്തു വെക്കുക. സ്റ്റാർട്ട് ചെയ്യാൻ വെന്റിലേറ്ററിനെ കുറിച്ചിട്ട് എന്താണ് നമ്മൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഈ വെന്റിലേറ്റർ യൂസ് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞത്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ക്ലാസ് കഴിഞ്ഞത് കൊണ്ട് നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ എളുപ്പമാണ്. എന്താണ് അവിടെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെന്റിലേറ്റർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അത് എന്താ കാരണം കൊണ്ട്, അതായത് ഓക്സിജൻ അല്ലേ നമുക്ക് ശ്വസിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്വാസം നിലനിർത്തി കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവന്റെ ആ തുടിപ്പ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ മസ്റ്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇതിലും അത് തന്നെയാണ്, വെന്റിലേറ്ററുമായിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ വെന്റിലേറ്റർ നോക്കാം. ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുക നോക്കാം. മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. നമുക്കറിയാം വെന്റിലേറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ലങ്സിന്റെ അല്ലെ, ശ്വസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ലങ്സിന്റെ വർക്കാണ്. അതിൽ പ്രധാനമായിട്ടും വെന്റിലേറ്ററിന്റെ മെഷീൻ കൊണ്ട് ഉപയോഗിക്കാൻ സൗകര്യപ്പെടുന്നത് എന്നുള്ള കാര്യം. ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവിംഗ് മെഷീൻ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ that makes it hard to breathe properly or when cannot breathe at all. അതായത് ഇതൊരു ലൈഫ് സേവിങ്, നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ടുള്ള ഒരു മെഷീനാണ്. ലൈഫ് സേവിംഗ് മെഷീൻ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? വെന്റിലേറ്റർ ആണ്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി. നമുക്ക് എന്താണ് ചാപ്റ്റർ 30 ആണോ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാപ്റ്റർ 30 ആണോ അറിയില്ല. കഴിഞ്ഞ ക്ലാസ് തുടങ്ങി എന്താണ് അവന്റെ വോയിസിന് ഒരു ചെറിയ പ്രോബ്ലം വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചുമ വരുന്നുണ്ട്. എന്നാലും നമുക്ക് മാക്സിമം ഇത് എന്താ പറയുക കൈകാര്യം ചെയ്യാൻ മാത്രമേ ക്ലാസ് എടുക്കാം. അപ്പൊ അത് വെന്റിലേറ്റർ ചാപ്റ്റർ 30 ആണോ 13 ആണോന്ന് അറിയില്ല. ഞങ്ങൾക്ക് എന്താണ് ചാപ്റ്റർ 13 എന്നുള്ള ഇതിൽ തന്നേക്കുന്നത് വെന്റിലേറ്റർ. എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അല്ലെ മോഡ്യൂളിൽ വയസ്സാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ വരുന്നതാണ്. അപ്പം ചാപ്റ്റർ പേപ്പർ 1 എന്നുള്ള കണ്ടീഷനിലാണെങ്കിലും ഇത് ഈ എക്സാമിന് ഈ എന്താ പറയുക ഈ രണ്ടെണ്ണം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എക്സാം വയ്ക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്റർ പഠിക്കേണ്ടതാണ്. അപ്പൊ വെന്റിലേറ്ററിൽ എന്താ പറയുന്നത്? ഈ മെഡിക്കൽ വെന്റിലേറ്റർ ഇസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. It can be a life-saving machine if the patient is in a condition that makes it hard to breathe properly or when cannot breathe at all. അതായത് നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് നമ്മുടെ ശ്വാസം എടുക്കാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ബ്രീത്ത് എന്താ പറയുക ശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് എന്ത് വെന്റിലേറ്റർ എന്നുള്ളത്. അത് പ്രോപ്പറായിട്ട് അതായത് സാധാരണ രീതിയിൽ നമുക്ക് ശ്വാസം നിലനിർത്തി തരുന്ന ഒരു മെഷീനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. Ventilator helps to pump air in and out of the lungs
so the body can get the oxygen it requires. അതായത് നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായത്തിൽ എന്താ ചെയ്യുന്നത്, അത് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് നമുക്ക് ആവശ്യമായ ഓക്സിജൻ അത് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം മതിയായ അളവില് പമ്പ് ചെയ്ത് തരികയാണ് എന്ത് വെന്റിലേറ്റർ എന്ന മെഷീൻ കൊണ്ട് സാധ്യമാകുന്നത്. The patient may wear a breathing mask to help get oxygen from the ventilator into the lungs. അതായത് നമുക്ക് ഇത് ഈ വെന്റിലേറ്ററിൽ നിന്നുള്ള മെഷീന്റെ ഉപയോഗം രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് സാധാരണയായിട്ട് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ വെന്റിലേറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള മാസ്ക് ആണ് ധരിക്കുക അല്ലെ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാസ്ക് ആയിരിക്കും, വലിയവർക്കാണെങ്കിൽ അതിന് അനുയോജ്യമായ തരത്തിലുള്ള അളവിലുള്ള മാസ്ക് ഉപയോഗിക്കുക. എന്ത് ഓക്സിജൻ നമുക്ക് ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ആ ഒരു മാസ്ക് ഉപയോഗിക്കുക. Or if the patient condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. അതായത് ഇൻ കേസ് ഈ ഇതിന്റെ ഇതെന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ഉള്ള ഒരു ഇതാണ് എങ്കിൽ പേഷ്യന്റ് ആണ് എങ്കിൽ ആ വ്യക്തിക്ക് നാച്ചുറലി അദ്ദേഹത്തിന് എന്താണ് ശ്വാസം എടുക്കാനും പുറന്തള്ളാനായിട്ടും ശേഷി ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ വരുന്ന സാഹചര്യമാണെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ രോഗാവസ്ഥയിൽ കൂടുതൽ കാഠിന്യമുള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയിലൂടെ ഒരു ചെറിയ സപ്ലൈ അതായത് ഒരു ചെറിയ ട്യൂബിലൂടെയാണ് ഈ വെന്റിലേറ്റർ സൗകര്യം അവർക്ക് കൊടുക്കുന്നത്. അതാണ് പറയുന്നത്. ഓർ ഇഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ ഈസ് മോർ ക്രിട്ടിക്കൽ എ ബ്രീത്തിങ് ട്യൂബ് മേ ബി പ്രസ്ഡ് ഡൗൺ ടു ദ ത്രോട്ട് ടു സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ. ഓക്സിജനോട് കൂടിയിട്ട് ആ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലങ്സിലേക്ക് ത്രോട്ട് വഴി അതായത് നമ്മുടെ കഴുത്തിന്റെ ഇതിലൂടെ ആ ഒരു കൃത്യമായ മുറിവിലൂടെ ചെറുതായിട്ടാണെങ്കിൽ ആ ട്യൂബ് കണക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഓക്സിജൻ കൊടുക്കുന്നത് എന്നുള്ളത്. സാധാരണ നോർമലി പേഷ്യന്റിന് അതിന്റെ ആവശ്യമില്ല, അവർക്ക് മാസ്ക് വെച്ചാൽ മതി. അവർക്ക് അനുയോജ്യമായ മാസ്ക് വെച്ചിട്ട് എന്താ ഈ വെന്റിലേറ്ററിലൂടെ ഓക്സിജൻ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വെന്റിലേറ്ററിന്റെ സൗകര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വെന്റിലേറ്റർ എവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ എവിടെ ഫിക്സ് ചെയ്യുന്നതെന്നാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പഠിച്ചപ്പോ ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. വെന്റിലേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ കയറുമ്പോ പറഞ്ഞായിരുന്നു വെന്റിലേറ്റർ എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്? ഓക്കെ, ഹെഡ്. അതെ, ആ പേഷ്യന്റിന്റെ ഹെഡിന് നിയറസ്റ്റ് ആയിട്ട് അത് അത്രയും അടുത്ത് തന്നെ അത് സ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു മാറ്റർ തന്നെയാണ് ഇവിടെ പറയുന്നത്. രണ്ട് രീതിയിൽ വെന്റിലേറ്റർ സൗകര്യം എടുക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് സാധാരണ നോർമൽ പേഷ്യന്റ് ആണെങ്കിൽ മാസ്ക് അനുയോജ്യമായി മാസ്ക് ഉപയോഗിച്ച് വെന്റിലേറ്റർ സൗകര്യം ഉപയോഗിക്കാം. വേറെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഇത് എന്താണ് ട്യൂബ് വഴിയായിട്ടാണ്, അതായത് നമ്മുടെ കഴുത്തിലൂടെ ഉള്ള ട്യൂബ് കടത്തി വിട്ടിട്ടാണ് ഈ ഓക്സിജന് ഇവർക്ക് സൗകര്യം ഒരുക്കുന്നത്. ഇനി എന്താ പറയുന്നത്? എ വെന്റിലേറ്റർ ഈസ് ഓൾസോ നോൺ ബൈ അതർ നെയിംസ് ദിയാറ്. വേറെ പേരുകളിലും ഈ വെന്റിലേറ്ററിനെ അറിയപ്പെടാവുന്നതാണ്. അത് പറയുന്നത് എന്താണ്? ബ്രീത്തിങ് മെഷീൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ. രണ്ട് പേര് എന്ന് പറയുന്നത് ഒന്ന് ബ്രീത്തിങ് മെഷീൻ, നമുക്ക് അറിയാം ശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ അതിനെ ബ്രീത്തിങ് മെഷീൻ എന്ന് പറയും. തന്നെ നെക്സ്റ്റ് വണ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഇനി ഇതിൽ ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റർ. ഓക്കെ, പറയുന്നുണ്ട് സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റർ. ഇതില് നമുക്കറിയാം ഇതിലെന്താ പറയുന്നത്, ചില ടൈമുകളിലാണ് നമുക്ക് വെന്റിലേഷന്റെ ആവശ്യം. നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ചില തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഈ വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമായിട്ട് വരും. അതായത് അവർക്ക് നേരവണ്ണം അത്തരത്തിലുള്ള അസുഖം ബാധിച്ച വ്യക്തികൾക്ക് നേരവണ്ണം ശ്വാസം എടുക്കാനായിട്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള വെന്റിലേഷന്റെ സൗകര്യം ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻസ് ക്യാൻ ലീഡ് ടു ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് സച്ച് ആസ്. വ്യത്യസ്ത തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷനുള്ള പേഷ്യൻസിനാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. ഡിഫിക്കൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, എന്താ ബ്രീത്ത് എടുക്കാനായിട്ടുള്ള ശ്വാസം എടുക്കാനുള്ള ബ്രീത്ത് ഡിഫിക്കൽറ്റി ബുദ്ധിമുട്ടായ വ്യക്തികൾക്കാണ് എന്താ വെന്റിലേറ്റർ സൗകര്യം ഒരുക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോംസ്. അതായത് സാധാരണയായിട്ട് ഒരു കൊച്ചുകുട്ടികളിൽ വരുന്ന ഒരു ഡിസീസസ് ആണ്. അതായത് അണുബാധ വരുമ്പോൾ
ഈ നമ്മളുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അണുബാധ വരുമ്പോൾ ആ വ്യക്തികൾക്ക് എന്താണ് സാധാരണ രീതിയിൽ ആ കുട്ടികൾക്ക് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതായത് സാധാരണയായിട്ട് കുട്ടികളിൽ വരുന്ന ഒരു സിൻഡ്രോം ആണ് എന്താണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അത് കുട്ടികളിൽ വരുന്ന അണുബാധയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതുവഴി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി മാത്രമേ ശ്വാസം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതൊരു അണുബാധ മൂലമുള്ള അസുഖമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് COPD വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. അതായത് ഇതിന്റെ പ്രത്യേകത അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു നിശ്ചിത അളവിൽ ഓക്സിജൻ എടുക്കുകയും ഒപ്പം തന്നെ എന്താണ് നമ്മൾ ശ്വാസം എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ഒരു നിശ്ചിത അളവ് തന്നെ ഒരു 96% ഒക്കെയാണ് കൃത്യമായിട്ട് പറയുന്നതിലോ അതിനേക്കാളൊക്കെ വ്യത്യസ്തങ്ങൾ വരുമ്പോഴോ ഓക്സിജന്റെ അളവിൽ വേരിയേഷൻ വരും അല്ലെ, അതിന്റെ കൃത്യമായ അനുപാതത്തില് മാറ്റം വരും. അപ്പോ നമ്മൾ എടുക്കേണ്ടത് ഓക്സിജൻ എടുക്കേണ്ടത് അത്രയും എടുക്കാതെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിനേക്കാളും അത്രയും അളവിൽ തന്നെ പുറന്തള്ളാതെ ഇരിക്കുന്ന അവസ്ഥ വരുമ്പോൾ അത് രോഗിക്ക് ബുദ്ധിമുട്ടാണ്. ആ ഓക്സിജൻ ആ ഒരു അളവുകൾ എന്ന് പറയുന്നത് കൃത്യതയോടുകൂടി എന്താ പറയുക അനുപാതം ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിൽ പോകാതിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് ഈ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ലോ ഓക്സിജൻ ആണ്. അതായത് വലിച്ചെടുക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രോഗിക്ക് എന്താണ് എല്ലായിടത്തേക്കും ഓക്സിജൻ എത്തുന്നില്ല അല്ലെ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് എത്തേണ്ടതുണ്ട്. അപ്പൊ ആ എത്തേണ്ട സ്ഥലത്ത് എത്താതെ വരുമ്പോൾ അവിടെയുള്ള ഇതുകളെ കോശങ്ങളൊക്കെ നശിക്കും അല്ലെ, നമ്മളുടെ രക്തം കണ്ടുപിടിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ഡിസീസസ് വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്താണ് നമുക്ക് വെന്റിലേറ്ററിന്റെ സൗകര്യം ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് അതായത് ഓക്സിജന്റെ അളവ് ലോ ആയിരിക്കും, വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരവസ്ഥ. ഇനി നമുക്കറിയാം ആസ്മ പോലുള്ള അസുഖത്തിന്റെ ഒക്കെ സമയത്ത് എന്താണ് അവർക്ക് ശ്വാസം വളരെ കൃത്യമായിട്ട് നോർമലായി നമ്മൾ സാധാരണ നോർമൽ പേഷ്യൻസ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വ്യക്തികൾ ശ്വസിക്കുന്ന മാതിരി ഓക്സിജൻ എടുക്കാനും പുറന്തള്ളപ്പെടാനും സാധിക്കാത്ത ഒരവസ്ഥയാണ് അല്ലെ. ആസ്മ ഡിസീസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വരുന്ന ആ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ ശ്വാസം നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ബ്രെയിനിൽ അല്ലെ, നമ്മുടെ തലച്ചോറിലെ ബ്രെയിനിൽ എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോൾ എന്താണ് അവർക്ക് നമ്മൾക്ക് ശരി നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് എല്ലാം നോർമലി എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുന്നത്. അപ്പൊ ബ്രെയിന് എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചു കഴിഞ്ഞാലും ഈ ശ്വാസം എടുക്കുന്നതിൽ വളരെ പരാജയപ്പെട്ടു പോകും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാർഡിയക് അറസ്റ്റ് നമുക്കറിയാം, അതേ സ്തംഭം പോലെയുള്ള അല്ലെ നമ്മുടെ അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോഴും എന്താണ് പെട്ടെന്ന് ഒരു ഓക്സിജന്റെ ഹെൽപ്പിന്റെ ആവശ്യമുണ്ട്. നോർമലി അവർക്ക് അത് ഓക്സിജൻ എടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ശ്വസനം നടത്തിക്കൊണ്ട് പോകാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ആ ടൈമിലും വെന്റിലേറ്റർ യൂസ് ചെയ്യും. ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അതായത് സാധാരണ രീതിയിൽ എന്തെങ്കിലും ബാക്ടീരിയലോ അല്ലെങ്കിൽ വൈറലായിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അണുബാധ സംഭവിക്കുമ്പോൾ എന്താണ് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും എന്താണ് അത് ശ്വാസകോശത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴും ഈ ഓക്സിജൻ നേരെ വെള്ളം വലിച്ചെടുക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോഴും വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. വീണ്ടും പറയുന്ന കൊളാപ്സ്ഡ് ലങ്സിന്റെ ആ ഒരു തകർന്ന അവസ്ഥയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സ് അല്ലെ ശ്വാസേന്ദ്രിയം പോലെയുള്ള ആ വ്യവസ്ഥയ്ക്ക് അതിന് എന്താണ് ക്ഷതം സംഭവിച്ചാൽ എന്താണ് അത് നോർമലി ശ്വാസം എടുക്കാനും പുറത്തള്ളാനും സാധിക്കില്ല. ആ ടൈമിലും എന്താണ് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത്. സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ നമുക്കറിയാം ഒരു ഭാഗം തളർന്നു പോകുന്ന അസുഖങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഭാഗം തളർന്നു പോകുമ്പോൾ അതിലൂടെയുള്ള ശ്വാസോച്ഛ്വാസമൊക്കെ നിലയ്ക്കും. ആ ടൈമിലും എന്താണ് വെന്റിലേറ്റർ യൂസ് ചെയ്തിട്ടാണ് രോഗി ശ്വാസം നിലനിർത്തുന്നത്. കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, അതായത് നമുക്കറിയാം സാധാരണ ബോധാവസ്ഥയിലാണ് നമുക്കറിയുന്നത് സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുന്നത്. നമുക്ക് ബോധം രഹിതമാകുമ്പോൾ നമുക്കറിയാം എന്താണ് ചെയ്യണമെന്ന് ആർക്കും ഈവൻ ശ്വസിക്കുന്നത് പോലും അറിയാതെ ആവുന്ന ഒരവസ്ഥ. അങ്ങനത്തെ ഒരു കോമ പോലത്തെയുള്ള സ്റ്റേജുകളിൽ വരുമ്പോഴും എന്താണ് വെന്റിലേറ്റർ യൂസ് ചെയ്യും. പിന്നെ ഡ്രഗ് ഓവർഡോസ്
അമിതമായിട്ടുള്ള മയക്കുമരുന്നിലേക്ക് ഉപയോഗം വരുമ്പോഴും അവര് അബോധാവസ്ഥയിലൊക്കെ ആവും. അപ്പോഴും ശ്വസനം എന്താന്നുള്ള പോലെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴും എന്താണ് ഇത് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരും. തന്നെ ഹൈപ്പർകാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ. ഇതിൽ എന്താണ് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്, അതായത് നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ചയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതിലൂടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ശ്വാസം രക്തത്തിലൂടെയാണ് നമ്മുടെ ഓക്സിജന്റെ അളവ് കൊണ്ടുപോകുന്നത്. അതിന് രണ്ട് രീതിയിലുണ്ട് അതിന്റെ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അത് പുറന്തള്ളുന്നത്, അതായത് രക്തത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ രക്തത്തിന് അതിലൂടെ ഇത്ര അളവിലൊക്കെ കൊണ്ടുപോകേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫെയിലിയർ വരുമ്പോൾ, റെസ്പിറേറ്ററി ആയിട്ടുള്ള ആ ഫെയിലിയർ വരുമ്പോൾ, അതായത് വീഴ്ച സംഭവിക്കുമ്പോൾ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ആ ഫെയിലിയർ വരുമ്പോൾ ഹൈപ്പർകാപ്നിക് എന്നാണ് അതിന്റെ വേർഡ് ഉദ്ദേശിക്കുന്നത്. ഹൈപ്പർകാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ വരുമ്പോൾ, അതായത് രക്തത്തിലൂടെയുള്ള ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകാനും തിരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാനൊക്കെ ഉള്ള ആ അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രോബ്ലം, അത് അത്തരത്തിലുള്ള ഫെയിലിയർ നേരിടുന്ന വ്യക്തികൾക്കും ഈ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരും. ലങ് ഇൻഫെക്ഷൻ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എന്തെങ്കിലും അല്ലെ അണുബാധ, ലങ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിലും ഈ വെന്റിലേറ്റർ ആവശ്യമാണ്. ദെൻ മൈറ്റീനിയ ഗ്രാവിസ്, അതായത് അതൊരു അസുഖമാണ്. അതായത് നമ്മളുടെ ശരീരത്തില് ഒരു ഹോർമോണുകൾ, നമുക്കറിയാം നമ്മുടെ ശരീരം പല ഹോർമോൺസുകളൊക്കെ ഉത്പാദിപ്പിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആന്റിബോഡികളുടെ ഫലമായിട്ട് അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അത് കൂടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആന്റിബോഡികൾ, ചില ആന്റിബോഡികൾ കൃത്യമായി തന്നെ അളവിൽ മാത്രമേ പോയി ഉത്പാദിപ്പിക്കാൻ പാടുള്ളൂ. ഇൻ കേസ് ചില ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നത് കൂടിയ അളവിലാണ് എങ്കിൽ അതെന്താ സംഭവിക്കുന്നത്, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ അത് ഇല്ലാതാക്കും. നമുക്ക് നമ്മുടെ ശരീരത്തിന് സാധാരണ നമ്മള് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് കണ്ണുകൾ നാച്ചുറലി നമുക്കറിയാം കണ്ണ് ചെറുപ്പിക്കാനൊക്കെ ആയിട്ടുള്ള കഴിവുണ്ട് നമുക്ക്, അത് നാച്ചുറലി വരുന്ന ഒരു ഫംഗ്ഷനാണ്. പക്ഷെ ചില ഇത്തരത്തിലുള്ള ഹോർമോണുകൾ അധികമായിട്ട് ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്തരം ആന്റിബോഡികളുടെ പ്രവർത്തന ഫലമായിട്ട് എന്താ പറയുക നാച്ചുറലി കോളുകൾ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഇത് തന്നെയാണ് ഇത് എല്ലാത്തിനെയും ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ബാധിക്കുന്ന പോലെ തന്നെയാണ് ശ്വാസകോശവുമായി അവയുടെ ആ ഞരമ്പുകൾക്കെല്ലാം എന്താണ് അതിന്റെ പേശികളുടെ പ്രവർത്തനം വളരെ ദുർബലമായിരിക്കും. അതായത് നമുക്ക് ശ്വാസം വലിച്ചെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള വ്യക്തികൾ പ്രതിരോധശേഷി കുറവായിരിക്കും എല്ലാം കൊണ്ടും. നമുക്ക് കണ്ണുകൾ തുറക്കാനോ അല്ലെങ്കിൽ നേരവണ്ണം ചലിപ്പിക്കാനോ ശ്വാസം വലിച്ചെടുക്കാനോ ഒക്കെ ഉള്ള ശേഷി കുറവായിരിക്കും. ഇത്തരത്തിലുള്ള മൈസ്തേനിയ ഗ്രാവിസ് പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നവർക്ക് അത് ഒരു ഹോർമോൺ, അതായത് നമ്മുടെ ആന്റിബോഡികളുടെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്ന ആന്റിബോഡികളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഇത്തരം അസുഖങ്ങൾ വഹിക്കുന്നവർക്ക് എന്താണ്, അവർക്ക് ആ പേശികൾ ശ്വാസം വലിച്ചെടുക്കാനൊക്കെ ആയിട്ടുള്ള ആ പേശികളുടെ ശക്തിക്കുറവ് മൂലം ശ്വാസം അനായാസേന വലിച്ചെടുക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇത്തരം വ്യക്തികൾക്ക് എന്താണ് വെന്റിലേറ്ററിന്റെ സഹായം തേടേണ്ടി വരും. ഓക്കെ, പിന്നെ സെപ്സിസ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. നമുക്കറിയാം ബ്ലഡ് ആണ് ആഗീകരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഇൻഫെക്ഷൻ ബ്ലഡിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം, ബ്ലഡിലെ കലകളൊക്കെ ഇതേമാതിരി തന്നെ നശിക്കും അല്ലെ, അതിലെ ടിഷ്യൂസ് ഒക്കെ നാശം സംഭവിക്കും. അപ്പൊ ആ ബ്ലഡിനെ വലിച്ചെടുക്കാനുള്ള ശേഷി കുറയും. അങ്ങനെയുള്ള ആ ശേഷിക്കുറവിനെയാണ് സെപ്സിസ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സെപ്സിസ് അതായത് ബ്ലഡിലെ ഇൻഫെക്ഷൻ കൊണ്ട് ബ്ലഡിന് നേരാവണ്ണം അതിന്റെ ആ കൗണ്ട് എന്നൊക്കെ പറയില്ല, അവർക്ക് അതിനാവശ്യമായുള്ള ശേഷി ആ കലകൾ നശിക്കുന്നത് കൊണ്ട് ഈ ഓക്സിജനെ കൊണ്ടുപോകാനുള്ള ശേഷി കുറഞ്ഞിരിക്കും. അപ്പൊ ഇത്തരം അസുഖങ്ങളുള്ളവർക്കും വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. പിന്നെ അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, ഇതെന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് നമ്മുടെ സ്പൈനൽ കോഡിന്റെ നമ്മുടെ സുഷുമ്നാ നാഡിയുടെ മുകളിലേക്കുള്ള ഭാഗങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എന്താണ് നമുക്ക് സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാനും പുറന്തള്ളപ്പെടുത്താനും സാധിക്കാതെ വരും. അപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ്. പിന്നെ പ്രിമേച്ചർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ്, നമുക്കറിയാം സാധാരണ നേരത്തെ ജനിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ഡെവലപ്മെന്റ് അതിന്റെ വികാസങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ ലങ്സ് ഡെവലപ്മെന്റ് അല്ല എങ്കിൽ അവരുടെ ലങ്സുകൾക്ക് അതിനനുസരിച്ചുള്ള വളർച്ച സാധ്യമാകാത്ത അവസ്ഥയാണെങ്കിൽ അത് സാധ്യമാകുന്നത് വരെ നമ്മൾക്കറിയാം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് അവരും ഈ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് എന്നുള്ളത്. അപ്പൊ കുറച്ച് ഡിസീസുകൾ അതുമായി ബന്ധപ്പെട്ട വെന്റിലേറ്റർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വിവരിച്ചത്.
അത്യാവശ്യം കുറച്ച് എന്താ പറയുക കുറച്ച് ഡിസീസുകൾ മാത്രമേയാണ് നമുക്കറിയാം. അല്ലാതെ എന്താണ് ആക്സിഡന്റ് സംഭവിക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ കുറെ നാളത്തേക്ക് വെന്റിലേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പൊ ഇത് ചെറിയ ചെറിയ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിന്റെ വളർച്ച എത്താത്തതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിലെ രക്താണുക്കളുടെ ദൗർലഭ്യം കൊണ്ട്, അല്ലെങ്കിൽ പേശികളുടെ അഭാവം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ മൂലം ശ്വാസം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വെന്റിലേറ്റർ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയോ? കുറച്ച് അസുഖങ്ങളാണ് ഞാനിപ്പോ വിവരിച്ചത്. ഓക്കെ, വീണ്ടും പറയേണ്ടതുണ്ടോ? കുഴപ്പമില്ല, എല്ലാവരും വലിയ തമ്പൊക്കെ ഇടുന്നുണ്ട്, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? വലിയ പ്രശ്നമില്ല. വെന്റിലേറ്റർ നമുക്ക് അറിയാവുന്ന ഒരു മേഖലയാണ്, അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റിൽ പറയുന്നത് എന്താന്ന് നോക്കാം. ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. നമുക്കറിയാം, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡിസ്കസ് ചെയ്ത ഒരു മാറ്റർ തന്നെയാണ് എന്ത്, സർജറിയുടെ ടൈമില് വെന്റിലേറ്റർ എങ്ങനെയാണ് ആവശ്യപ്പെട്ടത്. നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു എന്താണ്, എവിടെയാണ് വെന്റിലേറ്റർ ഫിക്സ് ചെയ്യണമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നോക്കാം, if the patient is given general anesthesia for a surgical procedure, he is required to be on a ventilator while sleeping. This is due to some anesthesia drugs can make it difficult for the patient to breathe properly on his own while in a sleep-like state. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, ഓപ്പറേഷന് വിധേയമാക്കുമ്പോൾ നമ്മൾ അനസ്തേഷ്യ കൊടുക്കും, ഒപ്പം തന്നെ വെന്റിലേറ്റർ നമ്മൾ ഹെഡിനോട് ചേർന്ന് സ്ഥാപിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if the patient given a general anesthesia for a സർജിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട അനസ്തേഷ്യ ഇവർക്ക് കൊടുക്കും, കൊട്ടേഷന് കൊടുക്കുമ്പോൾ he is required to be on a ventilator while sleeping. അവര് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് എന്താ പറയുക, വെന്റിലേറ്റർ യൂസ് ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, this is due to some anesthesia drugs can make it difficult for the patient to breathe properly. അതായത് ഇങ്ങനെ സ്ലീപ്പ് ചെയ്ത് നമുക്കറിയാം, അനസ്തേഷ്യ കൊടുക്കുമ്പോൾ മയക്കത്തിലായി പോവുകയാണ്. അപ്പൊ ചില അനസ്തേഷ്യകൾ ഉപയോഗിക്കുമ്പോൾ ചില പേഴ്സൺസിന് എന്താണ്, നോർമലി ഇവരുടെ ബ്രീത്തിങ് സാധാരണ രീതിയിൽ ഇങ്ങനെ ശ്വാസം നടക്കുന്നത് പോലും അവർക്ക് അത്രയും എന്താണെന്നുള്ള പോലും നോർമലി ഇല്ലാതെ നമ്മൾ പറയില്ലേ, അൺകോൺഷ്യസ് ആവുന്ന ഒരവസ്ഥ. അപ്പൊ അവർക്കത് പ്രോപ്പർലി അത് ബ്രീത്ത് ചെയ്യാനൊന്നും സാധിക്കാതെ വരും. ഓൺ ഹിസ് ഓൺ വൈ ഇൻ എ സ്ലീപ്പ് ലൈക്ക് സ്റ്റേറ്റ്. ആ സമയത്ത് അത് എന്താണ് ചെയ്യുന്നത്, ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലേന്നോ, അങ്ങനെ അത്രയും ഡീപ്പായിട്ടുള്ള ഉറക്കത്തിൽ, ആഴത്തിലൂടെ ഉള്ള ഉറക്കത്തിലേക്ക് അവർ പോകും. എന്ത് അനസ്തേഷ്യ കൊടുക്കുന്നത് ചില പേഷ്യൻസിനായിരിക്കും, അല്ലെങ്കിൽ ചില മരുന്നുകൾക്കായിരിക്കും ഇതിന് പ്രത്യേകതകൾ ഉണ്ടാവുക. എനിവേ അവര് ആ ടൈമിലെല്ലാം എന്താണ്, ശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, എന്താ പറയുന്നത്, വിത്ത് സർജറി ദ പേഷ്യന്റ് നീഡ് ടു ബി ഓൺ എ വെന്റിലേറ്റർ ഫോർ എ പീരിയഡ് ആസ് ഫോളോസ്. നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സർജറി ചെയ്യുമ്പോൾ ആ ടൈമില്, അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ്, വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ആ പീരിയഡ് അവിടെ വീണ്ടും പറയുകയാണ്. ഡ്യൂറിങ് സർജറി എ വെന്റിലേറ്റർ ക്യാൻ പ്രൊഫഷണലി പെർഫോം the breathing for the patient while he is under general anesthesia. അനസ്തേഷ്യ കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ്, ആ ടൈമിൽ നമ്മൾ എന്ത് വെന്റിലേറ്റർ ഉപയോഗിച്ച് തുടങ്ങും. സാധാരണ രീതിയിൽ ശ്വാസം അവർക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് അനുവദനീയമായ ശ്വാസം നിലനിർത്തി കൊണ്ടുപോകാൻ തന്നെ അത് അവര് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, സൂക്ഷിച്ചിട്ടുണ്ടാവും. Then recovering from a surgery, a patient may occasionally require a ventilator to assist with the breathing for hours or longer following particular. അതായത് നമുക്കറിയാം, ഇത് ചിലപ്പോൾ ടൈമില് കുറച്ച് നാളത്തേക്ക് അത് ചിലപ്പോൾ ബ്രീത്തിങ് നമ്മൾ നേരത്തെ കുറച്ച് ഡിസ്കസ് ചെയ്തു, കുറച്ച് അസുഖങ്ങളൊക്കെ ബാധിക്കുന്നവരെ. അപ്പൊ ചില പേഷ്യൻസ് അത് അവരുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ചില പേഷ്യൻസിന് എന്താണ്, ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് അവേഴ്സ് കൂടി മാത്രം എന്താ വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമായിട്ടുണ്ടാവുള്ളൂ. ബട്ട് ചില പേഷ്യൻസിന് അതിന്റെ ചിലപ്പോൾ അവർക്ക് ഡിസീസുമായി ബന്ധപ്പെട്ട് എന്താണ്, കുറച്ച് നാൾ കൂടി എന്താണ് വെന്റിലേറ്ററിന്റെ സഹായം കുറച്ചുകൂടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. വെന്റിലേറ്റർ വോണ്ട് ഫെയർ ആർ ഇൽനെസ്. അതായത് വെന്റിലേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും ഒരു രോഗാവസ്ഥയെ അതിനെ ആ രോഗം ഭേദമാക്കുന്ന ഒരു മെഷീൻ അല്ല. വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ഭേദമാക്കുന്ന ഒരു മെഷീൻ അല്ല. നമ്മൾ ഇത്രയും നേരം കണ്ടായിരുന്നു, ഒരിക്കലും അത് രോഗം ഭേദമാക്കില്ല. ആകെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള ഒരു അസിസ്റ്റ്, ഒരു സപ്പോർട്ട് അവർ തരുന്നു, അല്ല ആ മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ.
വെന്റിലേറ്റർ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രോഗം ഭേദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അത് ചെയ്യുന്നില്ല. ആകെ ചെയ്യുന്നത് എന്താണ്, ആ പേഷ്യന്റിന് നോർമലി അവരുടെ ബ്രീത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രവർത്തി ഇവർ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പറയുന്നത് ഈ വെന്റിലേറ്റർ വോണ്ട് കെയർ ആൻഡ് ഇൽനെസ്, രോഗത്തെ ഒരിക്കലും ശുശ്രൂഷിക്കുന്നില്ല in the ventilator. The ventilator's responsibility is to maintain the patient breathe while the body battle an infection. In case infection എന്തെങ്കിലും അണുബാധ ബാധിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസീസ് രോഗങ്ങൾ വരുമ്പോഴോ അവയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള അസിസ്റ്റ് അതാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓർ ഹീൽസ് ഫ്രം ട്രോമ, ഏത് കേസിലാണെങ്കിലും നമ്മുടെ ഏത് ഇതാണെങ്കിലും നമ്മൾ ട്രോമ സ്റ്റേജിലാണെങ്കിലും അല്ലെങ്കിൽ ഡിസീസ് ബാധിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടാണെങ്കിലും ആ ടൈമിലെല്ലാം ആ രോഗാവസ്ഥയൊന്നും എന്ത് വെന്റിലേറ്റർ മാറ്റി തരുന്നില്ല, വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി മാറ്റി തരുന്നില്ല. പക്ഷെ ആ ടൈമിലെല്ലാം നമുക്ക് ശ്വാസം അത് തരണം ചെയ്തുകൊണ്ട് പോകാൻ അതുമായി ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? കണ്ടിന്യൂ ചെയ്യാനോ? എല്ലാവരും ക്ലിയർ ആയി തന്നെ പോകുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ തന്നെ ചെയ്യാം. നമുക്ക് ഇത്തിരി സ്പീഡിൽ പോകേണ്ടതുണ്ട്, കാരണം നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ തീരാനുണ്ട്. എനിവേ ഞാൻ ഇത്തിരി സ്പീഡിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നുണ്ടല്ലേ? കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണിത്. അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്താ പറയുന്നത്. ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്, എങ്ങനെയാണ് ഈ വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ് ഫ്രം യുവർ ബോഡി ആൻഡ് പമ്പ് ഓക്സിജനേറ്റഡ് എയർ ഇൻ ടു യുവർ എയർവേസ്. നമുക്കറിയാം നമ്മുടെ എന്താണ് പറയുക എൻവയോൺമെന്റിലുള്ള അല്ലെ നമ്മുടെ പ്രകൃതിയിലുള്ള ആ വായുവിനെ എന്നിട്ട് ആ വായുവില് നിന്ന് നമുക്ക് ഓക്സിജൻ, നമുക്ക് ആവശ്യമായ ഓക്സിജൻ എന്നാണ് പറയുന്നത്, നമുക്ക് ആവശ്യമായി പോകുന്നു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ് ഫ്രം യുവർ ബോഡി, ബോഡിയിലുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് ആൻഡ് പമ്പ് ഓക്സിജനേറ്റഡ് എയർ ഇൻ ടു യുവർ എയർവേസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ പമ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. ഇനി പറയാം യുവർ എയർവേ ഇൻക്ലൂഡ്സ്, നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ നേരത്തെ കണ്ടായിരുന്നു, നമുക്ക് അനുയോജ്യമായ മാസ്ക് ധരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ ത്രോട്ടിലൂടെയാണ് ഇത് പ്രവർത്തനം നടത്തി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നോക്കാം ഏതൊക്കെ രീതിയിൽ നമുക്ക് വെന്റിലേറ്ററിന്റെ സൗകര്യം ഉപയോഗിക്കാന്നുള്ളത്. ഫസ്റ്റ് വൺ നോസ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നോർമലി പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് നോസിലൂടെ മാസ്ക് വെച്ച് അവരുടെ സൈസ് അനുസരിച്ച് നോസിലൂടെ വെന്റിലേറ്റർ സൗകര്യം കൊടുക്കാം. ദെൻ മൗത്ത്, നോസിന് എന്തെങ്കിലും അത്ര പ്രോബ്ലം ആണെങ്കിൽ മൗത്തിലൂടെ നമുക്ക് ഈ വെന്റിലേറ്റർ സൗകര്യം കൊടുക്കാം. ത്രോട്ട്, നമ്മുടെ കഴുത്തിലൂടെ, അല്ലെങ്കിൽ വോയിസ് ബോക്സ്, വിൻഡോ പൈപ്പ്, ലങ് ട്യൂബ്, ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്വസനനാളത്തിലേക്കാണ് എന്ത് ഈ വെന്റിലേറ്റർ സൗകര്യം കൊടുക്കേണ്ടത്. അത് ഒന്നില്ലെങ്കിൽ നോസിലൂടെ, അല്ലെങ്കിൽ വായുവിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലൂടെ, അല്ലെങ്കിൽ വോയിസ് ബോക്സ്, അതായത് ആ ശ്വസന നാളത്തിലേക്ക് എന്ത് ഈ ഓക്സിജന്റെ പമ്പിങ് ഉണ്ടാവണം. അത് ഏത് രീതിയിലാണ് ഈ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്തിട്ട് ആ രീതിയിൽ ചിലപ്പോ ഇൻഡ് പൈപ്പിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ലങ്സ് ട്യൂബിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വോയിസ് ബോക്സിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ തോട്ടിലൂടെ ആയിരിക്കും, മൗത്തിലൂടെ ആയിരിക്കും, നോസിലൂടെ. നോർമലി പേഷ്യൻസിന് എന്താണ് നോസിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും, നമുക്ക് ഓർത്ത് വെക്കാം. Then one of two methods for pushing oxygen into the lungs from a ventilator is either a breathing tube or fitted mask. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാറ്റർ തന്നെയാണ്. എന്താണ് നോർമലി രണ്ട് രീതിയിലാണ് എന്ത് വെന്റിലേറ്റർ സൗകര്യം കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ട്യൂബ് ഫിക്സ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ മാസ്ക് ഉപയോഗിച്ച് നമുക്ക് നോസിലൂടെയൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതേസമയം ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം, ത്രോട്ടിലൂടെ ആണെങ്കിലും വോയിസ് ബോക്സിലോ വിൻഡോ പൈപ്പ്, ലങ്സ് ട്യൂബ്, ഇതൊക്കെ പറയുന്നത് എന്താണ് നമുക്ക് ട്യൂബ് ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വെന്റിലേറ്റർ സൗകര്യമാണ്. ഇനി വീണ്ടും പറയുന്നത് എന്താണ്, ബീയിങ് ഓൺ എ വെന്റിലേറ്റർ വൈൽ ദ പേഷ്യന്റ് ഈസ് കോൺഷ്യസ് can be very uncomfortable, especially the patient has a breathing tube down to the throat. നമുക്കറിയാം നോർമലി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമുക്കറിയാം മാസ്ക് ഉപയോഗിച്ചല്ലേ
നോസിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇൻ കേസ് അൺകോൺഷ്യസ് അൺകംഫോർട്ടബിൾ ആണ് എങ്കിൽ, പ്രത്യേകം പറ്റാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, പേഷ്യന്റ് ഹാസ് എ ബ്രീതിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ടിലൂടെയൊക്കെയാണ് എന്ത് ഈ ട്യൂബ് ഫിക്സ് ചെയ്തത്. While attached to the ventilator, they are unable to speak, eat or move about. നമുക്കറിയാം ഇങ്ങനെ ട്യൂബൊക്കെ ഫിക്സ് ചെയ്താൽ എന്താ പ്രത്യേകത, നമുക്ക് സാധാരണ മാസ്ക് ഒക്കെ ഉപയോഗിച്ചാണ് ട്യൂബിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് ചലിക്കാനും അല്ലെങ്കിൽ നമുക്ക് ആ ട്യൂബിലൂടെയാണ് എന്താ മാസ്കിലൂടെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ അല്ലെ, സംസാരിക്കാനൊക്കെ ചെറുതായിട്ടൊക്കെ പറ്റും. പക്ഷെ എന്താണ് ട്യൂബ് വഴിയാണ് നമുക്ക് ഈ വെന്റിലേറ്റർ സൗകര്യം ഒരുക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് എന്താണ് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒപ്പം തന്നെ മൂവ് അബൌട്ട് നമുക്കറിയാം റോഡിലൂടെ എവിടേക്കും ചലിച്ചു പോകാനൊന്നും സാധിക്കില്ല, ട്യൂബ് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അങ്ങനെയുള്ള വരുമ്പോഴെന്താണ് ഇവർക്കൊന്നും മൂവ് ചെയ്യാനായിട്ട് ചലിക്കാനായിട്ടൊന്നും സാധിക്കില്ല. എന്താണ് ഇത്തരം പേഷ്യൻസിനെ വെന്റിലേറ്റർ വെച്ച് ഇത്തരത്തിലുള്ള ശ്വാസം ക്രമീകരിക്കുന്ന പേഷ്യൻസ് പ്രത്യേകിച്ച് ത്രോട്ടിലൂടെയൊക്കെയാണ് എങ്കിൽ ഇവർക്ക് മൂവ് ചെയ്യാനോ സംസാരിക്കാനോ ഒപ്പം ഭക്ഷണം കഴിക്കാനോ ഒന്നും സാധിക്കില്ല. കാരണം ശ്വസനനാളത്തിലൂടെയാണ് ഇവ പോകുന്നത് അല്ലെ. അപ്പൊ ഈ ട്യൂബ് പോകുന്നത് അതുവഴി ആയതുകൊണ്ട് സംസാരിക്കണമെങ്കിലും ആ പ്ലേസ് നമുക്ക് ആവശ്യമാണ്, നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും ഇറക്കുന്നതിനൊക്കെ ആവശ്യമാണ്. അപ്പം എന്താണ് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരം തലയൊക്കെ വെട്ടിച്ച് തിരിച്ച് പോകുന്നൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും എന്താണ് ആ പ്ലേസ് അല്ലെ, അത് വെന്റിലേറ്റർ ട്യൂബൊക്കെ ആവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി പറയുന്നു a patient on ventilator requires to get monitored for this. In case വെന്റിലേറ്റർ സൗകര്യം കൊടുക്കുകയാണെങ്കിലും ഇവരെ എന്തൊക്കെ ചെയ്യണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ശ്വാസം നമുക്ക് നോർമലി കിട്ടുകയാണെങ്കിൽ നമുക്ക് ശ്വാസത്തിന് എന്തെങ്കിലും തടസ്സം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് റിയാക്ട് ചെയ്യും, കാണിക്കും അല്ലെ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നെഞ്ചിന്റെ പെയിൻ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് ആയി പോകുന്ന അവസ്ഥയായിരിക്കും, നമ്മൾ അത് പ്രകടിപ്പിക്കും. അതേസമയം നോർമലി വെന്റിലേറ്റർ സൗകര്യം കൊടുക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഉണ്ടാവുന്ന റിയാക്ഷൻസ് അല്ലെ, ഇവര് രോഗിക്ക് ഉണ്ടാകുന്ന മറ്റ് സംഗതികളൊന്നും സിംറ്റംസ് ഒന്നും പ്രകടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ എല്ലാം മോണിറ്ററിംഗ് സൗകര്യം അല്ലെ, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മോണിറ്ററിംഗ് സൗകര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കേണ്ടതുണ്ട്. അത്തരത്തില് നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ഇരിസ്ഥിതി പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള കാർഡിയോളജിസ്റ്റിനെയൊക്കെ നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അതായത് അവരവിടേക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഇവര് വീണ്ടും പറയുന്നത്. ഹെഡ് റേറ്റ്, ഹൃദയത്തിന്റെ ആ എടുപ്പ് താളങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, ശ്വാസം അല്ലെ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടുള്ള റേറ്റ് എത്രത്തോളം എമൗണ്ട് ആണ്, എത്രത്തോളം അളവാണ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഒക്കെ അതിന്റെ അനുപാതം അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓക്സിജന്റെ സാച്ചുറേഷൻ. Then also need a regular chest X-ray or scans. എന്തൊക്കെയാണോ ചിലപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ്, നമ്മൾ പറഞ്ഞ എക്സ്റേ ഒക്കെ എടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യും, അവര് നിർദ്ദേശിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മോണിറ്ററിംഗ് മെഷീൻസ് എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കണം. അതാണ് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ. Then also need a regular chest X-ray or scans. Additionally, blood test may be required to determine the blood's oxygen in carbon dioxide level. അതായത് നമ്മൾ നേരത്തെ കണ്ടു ചില ഡിസീസുകളൊക്കെ ബ്ലഡ് വഴിയാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ആ കലങ്ങൾ എന്താ പറയാ ടിഷ്യൂസ് ഒക്കെ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഓക്സിജൻ എല്ലാം കൃത്യമായിട്ട് ക്യാരി പോകുമ്പോൾ അത് അല്ലെ അതിനെ വഹിച്ചുകൊണ്ട് പോകാൻ സാധിക്കാതെ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ ഇൻ കേസ് അത് ബ്ലഡുമായിട്ടുള്ള ഡിസീസസ് ആണ് എന്ന് ഡോക്ടറിന് അത് നേരത്തെ തീരുമാനിക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ ചെയ്യാ, അവര് അഡീഷണലി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തണമെന്നും നേരത്തെ കൂട്ടി അവര് റിക്വയർ ചെയ്യുന്ന ആവശ്യപ്പെടും. ബ്ലഡ് ടെസ്റ്റ് മേ ബി റിക്വയർഡ് ടു ഡിറ്റർമിൻ ദ ബ്ലഡ്സ് ഓക്സിജൻ ഇൻ കാർബൺ ഡയോക്സൈഡ് ലെവൽ. അതിന്റെ ആ ബ്ലഡിലുള്ള ഓക്സിജന്റെ കാർബൺ ഡയോക്സൈഡിന്റെ അളവൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റും അവര് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം മോണിറ്റർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യം വെന്റിലേറ്റർ ഉപയോഗിക്കുന്നവര് ചെയ്തിരിക്കണം. അതായത് വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ നോർമലി നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതെല്ലാം ചെയ്യേണ്ടി വരും എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ? കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ. ഓക്കെ, കുഴപ്പമില്ലാത്ത ഭാഗങ്ങളല്ലേ. ഒരു ഫസ്റ്റ് പേജ് ഒക്കെ ആണെങ്കിലും 1-2 പേജ് 3 പേജൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയാവുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സും കൂടി അല്ലെ, നമുക്കൊരു പേജ് ഒക്കെ ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതേണ്ടതുണ്ട്. അപ്പൊ നമുക്കൊരു ക്ലാസ്സും കൂടി കൂട്ടി നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും എന്ന് ഓർത്തിട്ടാണ്. മാത്രമല്ല
നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ കൂടി തുടങ്ങി വെച്ചാൽ അത്രയും ഉപകാരമാണ് നമുക്ക്. കാരണം നിങ്ങൾക്ക് ഇത്തിരി ടൈം കിട്ടും അല്ലെ, ഒരു റിവിഷൻ നടത്താനായിട്ട് 1-2 ദിവസം ആഗ്രഹം ഉണ്ടാവും എക്സാമിന് തൊട്ട് മുമ്പൊക്കെ. അപ്പൊ നമുക്കാണെങ്കിൽ കുറച്ച് പോർഷൻസ് ഒക്കെ എടുത്ത് തീരാനുണ്ട്. ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന PDF എന്ന് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ PDF കൂടി ഉണ്ടായിരിക്കണം. പറ്റുവാണെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ഇതിന്റെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ട് അത് തുടങ്ങി വെക്കണമെന്നുണ്ട്. നമുക്ക് അധികം എടുക്കാനില്ല, കുറച്ചേ ഉള്ളൂ. വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ സിമ്പിളുമാണ്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാകുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ. നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത ചാപ്റ്റർ അല്ലേ. നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കേട്ട് അത്യാവശ്യം നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഫ്ലോ ആയി, ഒരു ഒഴുക്കായി. ചാപ്റ്ററിന്റെ നമ്പർ ഇതിനകത്ത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 2 ആണ്. അതായത് നെക്സ്റ്റ് പേപ്പർ ആയിരുന്നു. 2 മൊഡ്യൂൾസ് കൂടി ഒന്നിച്ചാണല്ലോ എക്സാം വയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത ഇത് ചാപ്റ്റർ 17 ആണ്. ഓക്കെ, അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളെ ചാപ്റ്ററിന്റെ പേര് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ വേരിയേഷൻ ഉണ്ടാവും. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് അടുത്ത ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോകുന്നത്. അതും അടുത്ത ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ നിങ്ങളുടെ കൈവശം ഉണ്ടാകാനായിട്ട് നോക്കണം. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യാലോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാൻ മനസ്സിലായി പോകുന്നതല്ലേ നിന്റെ വെന്റിലേറ്റർ? ഓക്കെ, വായിക്കുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകാം. എന്താണ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ? ഇതിൽ എന്താ പറയുന്നത്, എന്താണ് മെക്കാനിക്കൽ വെന്റിലേഷന്റെ ബെനിഫിറ്റ്സ്, എന്തെല്ലാം നേട്ടങ്ങളാണെന്ന് പറയുന്നു. The patient does not have to exert as much effort to breathe. നമുക്കറിയാം, വളരെ എഫേർട്ട് ഒന്നും കൂടാതെ അല്ലെ, വളരെ ബുദ്ധിമുട്ടാതെ തന്നെ എന്താ ബ്രീത്ത് എടുക്കാനായിട്ട്, ശ്വാസം എടുക്കാനും പുറന്തള്ളാനൊക്കെ ആയിട്ട് സാധിക്കും. The patient does not have to exert, അതിനു വേണ്ടിയിട്ട് അല്ലെ ഒരു ബുദ്ധിമുട്ടും എടുക്കേണ്ടതില്ല ശ്വാസം വലിച്ചെടുക്കാനും പുറന്തള്ളാനായിട്ടും. നെക്സ്റ്റ് വൺ പറയുന്നത് the patient's breathing is likely to become normal. പേഷ്യന്റിന്റെ ബ്രീതിങ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നോർമൽ ആയിട്ട് അങ്ങനെ പൊക്കോളും. വെന്റിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്കറിയാം, എന്നും പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. സാധാരണ രീതിയിൽ എത്രത്തോളം ഓക്സിജൻ എടുക്കേണ്ടതുണ്ടോ, കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നുണ്ടോ, അത് നോർമലി അത് ആ മെഷീൻ കൈകാര്യം ചെയ്തോളൂ. അപ്പൊ അത് വളരെ സ്മൂത്ത് ആയിട്ട് പൊക്കോളും. ഹാവ് ദ പേഷ്യന്റ് റിസീവ് ആസ് മച്ച് ഓക്സിജൻ ആസ് ഹി ഓർ ഷീ റിക്വയർസ്. ഇവിടെ അത് തന്നെ പറയുന്നത് എന്താണ്, പേഷ്യന്റ് എത്രത്തോളം ഓക്സിജന്റെ ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം പുറന്തള്ളേണ്ടതുണ്ട്, അത് ആ വ്യക്തി എത്രത്തോളം ആവശ്യപ്പെടുന്നുണ്ടോ, ഓക്സിജന്റെ അളവ് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും തന്നെ അത് മെഷീൻ പ്രൊവൈഡ് ചെയ്തോളും. അതിൽ മെഷീനിൽ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, വേരിയേഷൻസ് ഒന്നും സംഭവിക്കില്ല. ഒരു ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ കറക്റ്റ് ആയിട്ട് അത് കൊടുത്തിരിക്കും. ദെൻ മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ എയർ വേ ആൻഡ്, ഇത് തന്നെ വീണ്ടും പറയുന്നത് അതിനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥിരമായ ഒരു നിലനിൽപ്പുണ്ട് അല്ലെ. അതൊരു നിശ്ചിത അളവ് ഓക്സിജൻ കൊടുക്കും, തിരിച്ച് പുറന്തള്ളുകയും ചെയ്യും. അതിന് യാതൊരു പ്രശ്നമില്ല. അതൊരു മെഷീൻ ഇങ്ങനെ റണ്ണിങ് ആയിട്ട് പ്രവർത്തിച്ചോളും. നമുക്ക് ശ്വാസം എടുക്കുന്ന സാധാരണ നോർമലി ശ്വാസം എടുക്കുമ്പോഴാണ് പേഷ്യൻസിന് അത്രയും എഫേർട്ട് കൊടുക്കേണ്ടത്, അതായത് ബുദ്ധിമുട്ട് കാണിക്കേണ്ടത്. പക്ഷെ ഇതാവുമ്പോ എന്താണ്, നോർമലി അവർക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ തന്നെ ശ്വാസം വലിച്ചെടുക്കാനും പുറന്തള്ളാനായിട്ട് സാധിക്കുന്നതാണ്. അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു എയർവേ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നു, പെർമിറ്റ്സ് മെഡിറ്റേഷൻ ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. അതായത് നോർമലി ഈ പേഷ്യന്റിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ പേഷ്യന്റിന് സാധാരണ രീതിയിലുള്ള ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്നത്. അപ്പൊ അങ്ങനെ ശ്വാസം എടുക്കാനായിട്ട് എഫോർട്ടൊന്നും കൊടുക്കാതെ വരുമ്പോഴെന്താണ്, ഇവർക്ക് മരുന്നുകളോടൊക്കെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അങ്ങനെ വരുമ്പോ എന്താണ്, ശരീരം ബോഡി എന്താണ് ബെറ്റർ ആയിട്ട് വരും. അത് പ്രശ്നം അല്ലെ, കൂടുതൽ എഫോർട്ടൊന്നും കൊടുക്കാതെ തന്നെ ശ്വാസം നിലനിർത്താനും പറ്റുന്നുണ്ടോ, ഒപ്പം മരുന്നുകളോട് പ്രതികരിക്കാനും തുടങ്ങും. അങ്ങനെ എന്താണ്, ബോഡി മേക്ക് ബെറ്റർ ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം എന്താണ്, ഇതിന്റെ ബെനിഫിറ്റ് ആണ്. പിന്നെ അതിൽ റിസ്കുകൾ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഒരു വെന്റിലേറ്റർ ആണ് അല്ലെ, സാധാരണ രീതിയിലുള്ള മനുഷ്യന് ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ശ്വാസം സാധാരണ രീതിയിൽ വലിക്കുന്നതിനപ്പുറം ഇതൊരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് കുറച്ച് റിസ്കുകളും ഇതിലുണ്ട്. അതിൽ അപകടം പിടിച്ച കുറച്ച് കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യമാണ്. നോക്കാം, ലൈഫ് ക്യാൻ ബി സെർവ്ഡ് ബൈ എ വെന്റിലേറ്റർ.
വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ലൈഫ് ജീവിതം സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നെവർത്തിലെസ് ലൈക്ക് അതർ ടെസ്റ്റമെന്റ്സ്, അതായത് അവർക്ക് ഇതൊക്കെ അങ്ങനെ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. പക്ഷെ എന്താണ് ലൈക്ക് ടെസ്റ്റമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു നിഗമനം സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ പാർശ്വഫലങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് വെന്റിലേറ്റേഴ്സ് ക്യാൻ കോസ് ഫ്യൂച്ചർ സൈഡ് എഫക്ട്സ്. അതിലെന്താണ് പാർശ്വഫലങ്ങൾ എന്തൊക്കെയായിട്ട് വരുന്നത്? അതായത് ഫ്യൂച്ചറായിട്ട് ഭാവിയിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. This is more common if the patient is on a ventilator for a prolonged period. അതായത് സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു വെന്റിലേറ്റർ യൂസ് ചെയ്തെന്ന് വെച്ചുകൊണ്ട് നോ പ്രോബ്ലം, അത് പ്രശ്നമില്ല. അത് ആ ടൈമിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അത് അത്ര പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഇത് പ്രോലോങ്ഡ് പീരീഡ് കുറച്ച് നാൾ കൂടുതൽ വെന്റിലേറ്റർ സൗകര്യം യൂസ് ചെയ്തിട്ടാണ് ഈ പേഷ്യന്റ് അത് ജീവൻ നിലനിർത്തുന്നതെങ്കിലാണ് എന്ത് പ്രോബ്ലംസ് വരുന്നത്. A few of most common risks connected with the being on a ventilator includes. അതുമായി ബന്ധപ്പെട്ട കുറച്ച് മോസ്റ്റ് ആയിട്ടുള്ള കോമൺ റിസ്കുകളെ കുറിച്ചാണ് താഴെ വിവരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഫെക്ഷൻ. നമുക്കറിയാമല്ലേ, ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അണുബാധ അല്ലെ. എന്തെങ്കിലും അണുബാധ വളരാനായിട്ട് വളരെ സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ നോർമലി ആയിട്ടുള്ള ബോഡിയിലേക്ക് ഒരു മെഷീനെ കൊണ്ടുവന്ന് അതും പ്രത്യേകിച്ച് ശ്വാസം എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യത ധാരാളമുണ്ട്. വൺ ഓഫ് ദ മെയിൻ റിസ്ക് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ വിത്ത് എ ബ്രീതിങ് ട്യൂബ് ഈസ് ഇൻഫെക്ഷൻ. ബ്രീതിങ് ട്യൂബിന്റെ അണുബാധയാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ആൻഡ് mucus develop in throat and windpipe can permit germs to pile upon the breathing tube. അതായത് നമുക്കറിയാം നമ്മുടെ വായിലൊക്കെ ആണെങ്കിലും അതിൻ്റെതായ സലൈവല്ലേ, നമ്മുടെ നീരും അതേമാതിരി മ്യൂക്കസ് അതൊക്കെ സാധാരണ നോർമലി വരുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് ഈ പൈപ്പുമായിട്ട് പറ്റിച്ചേർന്ന് പിടിക്കും. അപ്പൊ ഇത് എന്താണ് ഈ പൈപ്പില് എന്തെങ്കിലും നമ്മൾ പറയാം ചിലപ്പോഴൊക്കെ ഈ പൈപ്പ് എന്താ പറയാ നമ്മള് ഘടിപ്പിക്കുന്ന വെന്റിലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ട്യൂബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫിക്സിങ് അതിന്റെ മൂക്കസ് എന്ന് പറയുന്നു. മൂക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൂയിഡ് പോലെ തന്നെ ആയിട്ടുള്ള ഒരു ഇത് നമ്മുടെ കഫ് പോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നോർമലി പെൻഷനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അതെല്ലാം ആ ഫ്ലൂയിഡും അതെല്ലാം അതെല്ലാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിൻ പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് വിൻ പൈപ്പിലുള്ള എന്തെങ്കിലും അണുബാധകൾ ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട ശരീരത്തിലേക്ക് വലിയ അത് പ്രവഹിക്കാനായിട്ട് തുടങ്ങും. അതായത് നമുക്കറിയാം ഈ ട്യൂബ് ചിലപ്പോഴൊക്കെ കറക്റ്റ് പ്ലേസിംഗിൽ അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ കറക്റ്റ് ഫിക്സേഷൻ ഒക്കെ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇത് എന്തെങ്കിലും അണുക്കളൊക്കെ ഇത് കയറി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത് നമ്മുടെ നീരിലേക്കും അല്ലെങ്കിൽ മുക്കസിലേക്കൊക്കെ നമ്മൾ എന്താ പറയുക ലയിക്കും. അങ്ങനെ വരുമ്പോ എന്താണ് മൊത്തത്തിൽ അണുബാധ കൂടാനായിട്ട് സാധ്യതയുണ്ട്. These germs can then move into the lungs. ഇതെന്താ ലങ്സിലേക്ക് പ്രവഹിച്ചു പോകും, അതായത് ലങ്സിലേക്കും പോകും. This can increase the risk of developing pneumonia. Sinus infections are also usually with the breathing tube. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ വളരെ വർദ്ധിച്ചു വരാനായിട്ട് സാധ്യത ഉയരുന്നതാണ്. നമുക്കറിയാം ട്യൂബ് എന്ന് പറയുന്നത് അനായാസേന നമുക്കറിയാം സാധാരണ രീതിയിൽ നോർമലി ശ്വസിക്കുന്നതിന് പകരം ഈ സംഭവം ഘടിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഫിക്സേഷൻ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിയ ഇടയ്ക്കൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത് എന്താണ് വീണ്ടും എന്താണ് ലങ്സിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് കൂടുതൽ ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇറിറ്റേഷൻ അടുത്തൊരു പോയിന്റ് ആണ്. ഇറിറ്റേഷൻ ദ ബ്രീതിങ് ട്യൂബ് ക്യാൻ ടാപ്പ് അഗേൻസ്റ്റ് ആൻഡ് ഇറിറ്റേറ്റ് ദ ത്രോട്ട് ഓർ ലങ്സ്. ഇറ്റ് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. നമുക്കറിയാം ഒരു അസാധാരണമായ ഒരു വസ്തു നമ്മുടെ വായിലൂടെ കൊണ്ടുപോകുക അല്ലെ, സാധാരണ ഒരു ചെറിയ സ്പേസ് എല്ലാത്തിനേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ കൂടെയാണ് ഒരു ട്യൂബൊക്കെ ത്രോട്ടിൽ കൂടെ കടത്തി വിടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഇറിറ്റേഷൻ നോർമലി എല്ലാ പേഴ്സൺസിനും ഉണ്ടാവും അല്ലെ, എല്ലാ വ്യക്തികൾക്കും അത് ഉണ്ടാവും. അത് പറയാണ് ഇത് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. നമുക്ക് ചുമക്കാനൊക്കെ ആയിട്ട് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നോർമലായി നമുക്ക് എന്താ പറയുക നമ്മുടെ ശരീരത്തിന് എല്ലാ ഒരു ഇതുകളാണ് തുമ്മല് ചുമക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ചുമക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതന്നെ വോക്കൽ കോഡ്സ് ഇഷ്യൂസ്. ഇതിലെന്താ പറയുന്നത്
വോക്കൽ കോഡ്സ് ഇഷ്യൂസ് അതുമായി ബന്ധപ്പെട്ട എന്താ പറയുന്നത്, ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോയിസ് ബോക്സ് which consists of vocal cords. This is why the patient cannot speak when begin on a ventilator. The breathing tube can harm the voice box. അതായത് ആ വോയിസ് ബോക്സ് നമുക്കറിയാം, ഇതെല്ലാം എന്താണ് നമ്മുടെ വോയിസ്, അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച് ഇറക്കുന്നത്, ശ്വാസം എടുക്കുന്നത്, പുറന്തരുന്നത്, ഇതെല്ലാവരും എന്താണ് ഒരേ പ്ലേസിൽ കൂടെ തന്നെയാണ് ഇതൊക്കെ പോകുന്നത്. അപ്പൊ ഈ പ്ലേസിൽ ഇത് ഒരു ട്യൂബ് വന്ന് കയറുമ്പോൾ എന്താണ് അതിനെ ഒന്ന് ജാമാക്കും അല്ലെ, വോയിസ് ബോക്സിലൊക്കെ അത് ജാമാക്കും, നമ്മുടെ സംസാരിക്കാനുള്ള ശേഷിയെ അത് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് ഈ ട്യൂബ് ഘടിപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് സംസാരിക്കാനൊന്നും സാധിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിറക്കാൻ സാധിക്കില്ല, ഒപ്പം തന്നെ എന്താണ് അവർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴെന്താണ് വോയിസ് ബോക്സിനെ അത് ഇറിറ്റേറ്റ് ചെയ്ത് അത് ജാമാക്കി നമുക്ക് സംസാരിക്കാനുള്ള ശേഷിയെ നഷ്ടപ്പെടുത്തുന്നു. അതാണ് വോക്കൽ കോഡ്സ് ഇഷ്യൂസ്. അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ വരാനായിട്ടും സാധ്യതയുണ്ട്. ദെൻ പൾമണറി എഡിമ, നമുക്കറിയാം പൾമണറി ഡിസീസസ് പോലെയുള്ള കാര്യം തന്നെയാണിത്. ദ എയർ സ്റ്റാൻസ് ഇൻ ദ ലങ്സ് ക്യാൻ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് പിൻ. അതായത് ഇതില് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ലങ്സിന് ആവശ്യമായിട്ടുള്ള എന്താ പറയാ സങ്കോചം വികാസം ഒന്നും കൊടുക്കാതെ തന്നെയാണ് ഇതിലേക്ക് എന്താണ് എയർ പുഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ സംഭവം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡിസീസസ് ഒക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. Then a blood clots lying in the same position for a long time can enhance the risk of a blood clot forming. നമുക്കറിയാം ഒരു കിടക്കുന്ന ഒരു പേഷ്യന്റ് അല്ലെ, കിടക്കുന്ന പേഷ്യൻസിനെ ഇടയ്ക്ക് തിരിച്ചും ഒക്കെ കടത്തണം എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടോ, അവിടുത്തെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നിന്ന് നന്നായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എന്താ ക്ലോട്ടായി പോകും അല്ലെ, ബ്ലഡിന്റെ ആ ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അനായാസേന ഒഴുകാൻ പറ്റില്ല. അപ്പൊ ഒരു സ്ഥലത്ത് തന്നെ ഇത് കെട്ടിക്കിടക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവിടേക്ക് പൊട്ടുന്ന അവസ്ഥയുണ്ടാവും. ഇൻ കേസ് തലയിലെ ഞരമ്പുകൾക്കൊക്കെ ആണെങ്കിലും ബ്ലഡ് ക്ലോട്ട് ആവുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അവസ്ഥയ്ക്കൊക്കെ എന്താണ് നമ്മുടെ ഈ ട്യൂബ്, വെന്റിലേറ്ററിന്റെ ട്യൂബ് മെഷീൻ ഘടിപ്പിക്കുമ്പോൾ മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവര് ആ പ്ലേസിൽ തന്നെ പേഷ്യന്റ് ഒരേ ലെവലിൽ തന്നെ കിടക്കേണ്ട അവസ്ഥ വരുമ്പോൾ എന്താണ് ബ്ലഡ് ക്ലോട്ടുകൾ സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ 3-4 റിസ്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, പൾമിനറി എന്ന് പറഞ്ഞാൽ എഡിമ തന്നെയാണ്, അതായത് അത് ഡിസീസസിനെ ഉദ്ദേശിച്ചാണ്. പൾമിനറി എഡിമ എന്ന് പറയുന്നത് പൾമിനറിയുമായിട്ട് നമ്മുടെ ലങ്സിന്റെ ആ ഒരു ഡിസീസ് എന്താ പറയുക ഒരു രോഗാവസ്ഥയാണ് പറയുന്നത് പൾമിനറി എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് എന്താണ് നമ്മളുടെ കുറച്ച് കൂടുതലുണ്ട്. ഇനി എന്തായാലും ലാസ്റ്റ് പേജും കൂടി ഞാൻ കവർ ചെയ്യുന്നില്ല. ഓക്കെ, അതിന്റെ ലാസ്റ്റ് പേജും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയടിക്ക് പറയും വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ മൊത്തം അങ്ങനെ എടുത്തു കഴിഞ്ഞെന്ന് പറയും. എന്തായാലും ഒന്നും കൂടി നിങ്ങൾക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വെച്ചേക്കാം. 3 ഇതുകളാണ് ഞാൻ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് തരേണ്ടതുണ്ട്. ഒപ്പം അഡ്മിനിസ്ട്രേഷൻ ഒന്ന് തുടങ്ങി വെക്കാൻ നോക്കാം. അപ്പൊ എന്താണ് നിങ്ങൾ ബെനഫിറ്റ്സ് ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബെനഫിറ്റ്സ് നമുക്ക് നോക്കാം. അതായത് ബെനിഫിറ്റ്സിൽ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാത്ത ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഈ മെക്കാനിക്കൽ വെന്റിലേഷൻ നടത്തുമ്പോൾ എന്താണ് ഗുണങ്ങൾ? അതിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ്, പെർപെറ്റീവ് മെഡിറ്റേഷൻ ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് എ ബെറ്റർ. അതായത് ആ രോഗാവസ്ഥ വരുന്ന വ്യക്തികൾക്ക് ഈ വെന്റിലേഷൻ സൗകര്യം കൊടുക്കുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും ആ മരുന്നിനോട് പൊരുത്തപ്പെട്ട് വരാനായിട്ട്, ഒപ്പം തന്നെ ബോഡി ബെറ്റർ ആയിട്ട് അല്ലെ ആ മരുന്നിനോട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ബോഡി അതിന്റെ ആ പ്രോബ്ലംസ് എല്ലാം കുറച്ച് ലഘൂകരിച്ച് അവസാനം ബോഡി സ്വന്തമായിട്ട് ശ്വസിക്കാനുള്ള ഒരു അവസ്ഥയിലെത്തും. അപ്പൊ അതാണ് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് ഈ വെന്റിലേറ്റർ സൗകര്യത്തിന് ഉണ്ടാകുന്ന കുറച്ച് പെട്ടെന്നുള്ള ഒരു ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് എഫേർട്ട് ഇല്ലാതെ ശ്വസിക്കാൻ സാധിക്കും, ബുദ്ധിമുട്ടില്ലാതെ. പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ് ടു എക്സർട്ട് ആസ് മച്ച് എഫേർട്ട് ടു ബ്രീത്ത്. ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് നമുക്കറിയാം വെന്റിലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗിക്ക് യാതൊരു എഫേർട്ടും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ രോഗിക്ക് ശ്വാസം എടുക്കാനായിട്ടും പുറന്തള്ളാനായിട്ട് സാധിക്കും. പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ് ടു എക്സർട്ട് ആസ് മച്ച് എഫേർട്ട് ടു ബ്രീത്ത്. ബ്രീത്തിന് വേണ്ടിയിട്ട് ശ്വാസം എന്ന ഒരു ഫംഗ്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് യാതൊരു എഫേർട്ടും കൊടുക്കേണ്ടത്, യാതൊരു ബുദ്ധിമുട്ടും കാണിക്കേണ്ടതില്ല. അത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് വരും. കാരണം എന്തുകൊണ്ടാ വെന്റിലേറ്റർ മെഷീനാണ് യൂസ് ചെയ്യുന്നത്.
സെക്കൻഡ് വൺ എന്താ പറയുന്നത്, ദ പേഷ്യൻസ് ബ്രീത്തിങ് ഈസ് ലൈക്ലി ടു ബിക്കം നോർമൽ. പേഷ്യന്റ് ഈ വെന്റിലേറ്റർ ഘടിപ്പിക്കുമ്പോൾ എന്താണ് സാധാരണ രീതിയിൽ നോർമൽ ആയിട്ട് തന്നെ ഓക്സിജന് കൊടുക്കാനും കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളാനും സാധിക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേരിയേഷൻസോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതൊന്നും ഇല്ല. എന്താ പറയുക, ഇത് വെന്റിലേറ്റർ ഘടിപ്പിച്ചതിന് സാധാരണ രീതിയിൽ നോർമലി ആയിട്ട് എന്താണ് ഈ വ്യക്തിക്ക് ബ്രീത്തിങ് നടത്താനായിട്ട് സാധിക്കുന്നു. ഇനി തേർഡ് വൺ പറയുന്നത് എന്താണ്, ഹെൽപ്സ് ദ പേഷ്യന്റ് റിസീവ് മച്ച് ഓക്സിജൻ ആസ് ഹി ഓർ ഷീ റിക്വയർസ്. ഇത് വീണ്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എത്രത്തോളം ഓക്സിജന്റെ അളവ് ഈ വ്യക്തിക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം ഓക്സിജൻ തന്നെ ഈ വ്യക്തി, അല്ലെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും എന്താണ് എത്രത്തോളം ഓക്സിജൻ ആ വ്യക്തിക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം തന്നെ ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി കൊടുക്കാനായിട്ട് സാധിക്കും. ഫോർത്ത് പോയിന്റ് പറയുന്നത് മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ എയർവേ ആൻഡ്, അതായത് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു നിലനിൽപ്പ്, നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് പോകുന്ന അവസ്ഥയൊന്നുമില്ല. വെന്റിലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥായിയായ നിലനിൽപ്പ് അതിനുണ്ട്. അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു മെഷീനാണല്ലോ, അതിങ്ങനെ ശ്വാസം അങ്ങനെ കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓക്സിജൻ കൊടുത്ത് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന ആ ഒരു പ്രവർത്തനം അത് കൃത്യമായിട്ട് അത് റൺ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്, നിലനിൽപ്പുണ്ട്. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് പാരമിറ്റ്സ് മെഡിക്കേഷൻ ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. അതായത് ഇതിപ്പോ ഉപയോഗിച്ച് കേസിൽ ഉപയോഗിക്കേണ്ട വരാം അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഉപയോഗിച്ചു, അതങ്ങനെ ആവശ്യം വന്നാലായിട്ട് ഉപയോഗിക്കും. അതിനുശേഷം നമ്മളത് ഡ്യൂറിംഗ് ദ ടൈം അല്ലെങ്കിൽ കുറച്ച് സമയം അതിനുശേഷം കുറച്ച് സമയം ഉപയോഗിച്ചിട്ട് ഇത് വേണ്ടാന്ന് വെക്കും. നമ്മള് ബോഡി എന്താണ് നാച്ചുറലി നോർമലി നമുക്ക് ഉപയോഗിക്കുന്ന അവസ്ഥയായിട്ട് വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കും. അത് ഓക്കെ എന്ന് പറഞ്ഞ മാതിരി തന്നെയുള്ള ഒരു പോയിന്റ് ആണ് എന്ത്, മെഡിക്കൽ, അതായത് ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരുന്നിനോട് അത് പൊരുത്തപ്പെട്ട് വരികയും വീണ്ടും ഈ ബോഡി ബെറ്ററായി മാറുകയും, അതായത് ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയിട്ട് ബ്രീത്ത് എഫേർട്ടൊന്നും കൂടാതെ എടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. എന്നിട്ട് മരുന്നിനോട് ഇത് പൊരുത്തപ്പെട്ടു അവസാനം എന്താണ് ഈ ബോഡി ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു അല്ലെ ബെറ്ററായിട്ട് വരികയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത് വളരെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ബെനിഫിറ്റ് എങ്ങനെയാണ് ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമ്മൾ എന്താണ് വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ ഇല്ല കേട്ടോ. വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ നമ്മൾ എന്താണ് സ്പീഡിൽ 2-3 പേജ് കവർ ചെയ്തു എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു മേഖലയാണ് വെന്റിലേറ്ററിന്റെ പോർഷനിലുള്ളത്. അതെന്താണ്, അത് എന്താണ് ലൈഫ് സേവിംഗ് മെഷീനാന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതിലൂടെ നമ്മൾ എന്താണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്, ഓക്സിജൻ കൃത്യമായിട്ടുള്ള അളവിൽ ഓക്സിജൻ കൊടുക്കുകയും തിരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് വെന്റിലേറ്ററിൽ ഉണ്ടാകുന്നത്. അതിന് പറയുന്ന മറ്റു പേരുകൾ എന്ന് പറയുന്നത് ബ്രീത്തിങ് മെഷീൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ എന്നൊക്കെയാണ്. പിന്നെ പല രോഗാവസ്ഥയിലൊക്കെയാണ് പ്രധാനമായിട്ടും വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വരുന്നത്. നോർമലി ഓപ്പറേഷൻ തിയേറ്ററിൽ അത് ഉപയോഗിക്കുന്ന കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ചില ഡിസീസുകൾ അല്ലെ, അക്യൂട്ട് റെസ്പിറേറ്ററി, ആസ്മ, ബ്രെയിൻ ഇഞ്ചുറി, അല്ലെങ്കിൽ സ്ട്രോക്ക്, അല്ലെങ്കിൽ എന്താണ് ഡ്രഗ് ഓവർഡോസ്, ഇതൊക്കെ എന്താന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്താണ് പ്രോബ്ലം, മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്ത് അല്ലെ. നമുക്കറിയാം ബ്ലഡിലൂടെ ഓക്സിജന്റെ അളവ് കറക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജന്റെ അളവ് കറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കാനായിട്ട് ആ ശ്വസന അവയവത്തിന് അത് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡ്രഗ്, നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള നോർമലി നമുക്ക് എന്താ പറയുക നല്ല ഓർമ്മയോട് കൂടിയിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ആ ഒരു ഹൈപ്പർമെനിയ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അവസ്ഥ ഫെയിലിയർ ആയിട്ടുള്ള ഘടകങ്ങൾ, നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫെയിലിയർ ആയിട്ടുള്ള അവസ്ഥയുണ്ട് എങ്കിൽ ശ്വാസം നേരെ നടക്കാതെ അല്ലെ, കൃത്യമായിട്ട് പേശിക്കുകയും ബലക്കുറവോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലാണ് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഡ്യൂറിങ് സർജറിയുടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വീണ്ടും പറയേണ്ട കാര്യമില്ല, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്താണ് വീണ്ടും ഇതിൽ എന്താ പറയുക, 2 രീതിയിലൊക്കെ തന്നെയാണ്. സാധാരണയായിട്ട് നോർമലി നോസ് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡോ പൈപ്പ്, ലങ്സ് ട്യൂബ്, ഇതിലൂടെയൊക്കെയാണ് വെന്റിലേറ്ററിന്റെ സൗകര്യം ഒരുക്കുക എന്നുള്ളത്. നോർമലി മാസ്ക് വെച്ചാണെങ്കിൽ നോർമൽ പേഴ്സൺ ആണ്, വലിയ പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ്. ഇൻ കേസ് ത്രോട്ടൊക്കെ വഴിയാണെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ അല്ലെ, അവർക്ക് സ്പീക്ക് ചെയ്യാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നും ചെയ്യാനൊന്നും സാധിക്കുന്നില്ല അല്ലെ, അവർക്ക് അതിനെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്.
പിന്നെന്താണ് വീണ്ടും എന്താണ് ചില മോണിറ്ററിങ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ വെന്റിലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാച്ചുറലി ഒരു ബോഡി പ്രതികരിക്കുന്ന മാതിരി കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ ശേഷിയില്ലാതെ വരുമ്പോൾ ചില കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് ചിലപ്പോഴൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താ ഈ വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിച്ച് ശ്വാസം നടത്തുമ്പോൾ സാധ്യമാക്കേണ്ട അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ള കാര്യം. ഇൻ കേസ് ചിലതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലഡിൽ എന്തെങ്കിലും വഹിക്കാനുള്ള ശേഷിക്കുറവ് ഉണ്ടെങ്കിൽ അതിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് ചിലപ്പോൾ നിർദ്ദേശിച്ചത് വരും. അതെല്ലാം നമ്മൾ നോർമലി പരിശോധിക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ കണ്ടു എന്താണ് ബെനഫിറ്റ്സ്, നമ്മുടെ നേരത്തെ പറഞ്ഞ അല്ലെ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് കണ്ടു. അവസാനം നമ്മൾ കുറച്ച് റിസ്കുകളെ കുറിച്ചും പറഞ്ഞു. അതായത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഈ വെന്റിലേറ്റർ ഉപയോഗിച്ച് വരുമ്പോൾ. പ്രധാനമായിട്ടും വെന്റിലേറ്ററിന്റെ ഉപയോഗം കൊണ്ട് വരുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. പിന്നെ നാച്ചുറലി നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ വോക്കൽ കോഡ് ഇഷ്യൂസ്, പൾമണറി എഡിമ, ബ്ലഡ് ക്ലോട്ട്, ഇതൊക്കെ എന്താണ് മൂവ്മെന്റ് സാധ്യമാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ വസ്തു അല്ലെ നമ്മുടെ ശരീരത്തിലേക്ക് ആ എക്യുപ്മെന്റ് പ്രവേശിക്കുമ്പോൾ ആ ട്യൂബ് പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇറിറ്റേഷൻ, ഇതെല്ലാം നാച്ചുറലി നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു മാറ്റർ തന്നെയാണ്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു ക്ലാസ്സിൽ നമുക്ക് ഇതും എന്താ പറയാ നമ്മുടെ ഫയലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്തു വെക്കാം. ഒപ്പം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ് കുഴപ്പമില്ലല്ലോ അല്ലേ? സ്പീഡ് കൂടുതലായിട്ട് തോന്നിയോ? അങ്ങനെ ഫീഡ് ചെയ്തോ? മനസ്സിലായി പോയില്ലേ? മാം പൾമണറി എഡിമ ഇല്ലേ, അതില് എയർ സ്കാർസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സെന്റൻസ് ഇല്ല, ഒന്ന് പറഞ്ഞു തരുമോ? Okay, the air scarce in the lungs can get filled up with the pin. അതായത് നമ്മുടെ ഇതിന്റെ ഒരു നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു എന്താണ് റിസ്കുകളാണ്. അപ്പൊ ആ പൾമണറി എഡിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്വാസകോശം അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം അല്ലെ, നമ്മുടെ ഫ്ലോ ചെയ്യേണ്ടതുണ്ട്, എന്ത് ബ്ലഡൊക്കെ കൊണ്ടുപോകേണ്ടതൊക്കെയുണ്ട്. അപ്പൊ ബ്ലഡിലൂടെയാണ് ഓക്സിജനേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നതും അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിനെ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ എയർ കൈകാര്യം ചെയ്യുമ്പോൾ ലങ്സിന് അതിന്റെ ആ ഒരു ശ്വാസകോശത്തിന്റെ ആ ലങ്സിനൊക്കെ എന്താണ് ഫീൽഡ് ആയിട്ട് അത് മൊത്തത്തിൽ ക്ലോസ് ആയിട്ട് കഴിയുമ്പോൾ നമുക്കറിയാം നാച്ചുറലി അത് എന്താ പറയുക ഒരു ഗ്യാപ്പും വരില്ല, അത് ഭയങ്കരമായിട്ട് വികസിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അതിന് നമുക്ക് സാധാരണ നോർമലി നമ്മുടെ എന്താണ് ശ്വസനാവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇലാസ്തികതയല്ല ഇതെന്ന് പറയാൻ അങ്ങനെ പുഷ് ചെയ്ത് വികസിപ്പിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ്. കാരണം ഓക്സിജനാണ് നടക്കുന്നു, കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു. അപ്പൊ അതുമൂലം എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്വസനാവയവത്തിന് ഉണ്ടാകുന്ന ആ ഒരു അസുഖമാണ് എന്ത് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു മാം. ചുരുങ്ങുകയും വികസിക്കുകയും എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇതും കൂടി എടുത്ത് വെക്കുക. ഓക്കെ, ബൈ. താങ്ക് യു മാം. Bye.